ആമവാദത്തിനെ പറ്റിയുള്ള 4 സെക്ഷൻസിലെ രണ്ടാമത്തെ സെക്ഷനാണ് ഇനിയിപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ സെക്ഷനിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർജറിയും പിന്നെ മരുന്നുകളെ പറ്റിയും ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മരുന്നുകളെന്ന് ഉദ്ദേശിക്കുന്നത് പെയിൻ കില്ലേഴ്സ്, ബയോളജിക്കൽസ്, അങ്ങനെ പല ടൈപ്പ്, ജീൻ മോഡിഫിക്കേഷന്, അങ്ങനെ പല ടൈപ്പുണ്ട്. അതിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ചികിത്സാ രീതികൾ ആമവാദത്തിന്? ആമവാദത്തിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും പ്രധാനം മെഡിക്കൽ ട്രീറ്റ്മെന്റിനാണ്. സർജിക്കൽ ട്രീറ്റ്മെന്റിന് അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. അപ്പം പ്രൈമറിലി ആദ്യകാലത്തൊക്കെ ശരിക്കും നമ്മൾ പെയിൻ കില്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോങ് ടൈം ആയിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സ് വരുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് കാരണം നമുക്കത് അധികം ഉപയോഗിക്കാനും പറ്റില്ല. പലപ്പോഴും ജോയിൻറ്റ് ഫിക്സിറ്റി മറ്റ് പ്രോബ്ലം വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള DMARDs എന്നുള്ള മെഡിസിൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റിറോയിഡ്സ് പോലെയല്ല, നമ്മൾ യൂഷ്വലി ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് ലൈറ്റ് പെയിൻ കില്ലേഴ്സ് കൊടുത്തു നോക്കും. അത് കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ സ്റ്റിറോയിഡ്സ് കൊടുത്തു നോക്കും. സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള പെയിനും ഇൻഫ്ലമേഷനും എല്ലാം കുറയ്ക്കുന്നത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്ന മരുന്നുകളാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ നെക്സ്റ്റ് ജനറേഷനായിട്ട് വന്നതാണ് DMARDs എന്ന് പറയുന്നത്, ഡിസീസ് മോഡിഫയിങ് ഏജൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പിന്നെയും ലേറ്റസ്റ്റ് വേർഷൻസിൽ വന്നിരിക്കുന്നതാണ് ബയോളജിക്സ് എന്ന് പറയും. അപ്പം ബയോളജിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഈവൻ ലേറ്റസ്റ്റ് മെഡിസിൻസ് ഒക്കെ ചിലതൊക്കെ ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷന് തന്നെ 20,000 50,000 അങ്ങനത്തെ മെഡിസിൻസ് ആണ് ബയോളജിക്കൽസ് എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് നാളായി അതിൻ്റെ ജനറിക് ഇതിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ ഇപ്പം ധാരാളം മരുന്നുകളുണ്ട്. ഇവർ 2 or 3 months റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് പുതിയ മരുന്നുകൾ വരുന്നുണ്ടെന്നുള്ളത് ആണ് ഒത്തിരി രോഗികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ളത് ഉണ്ടാക്കുന്ന കാര്യം. പക്ഷേ ഇതിൻ്റെയൊക്കെ സൈഡ് ഇഫക്ട്സ് ആണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം ഈ ജീൻ തെറാപ്പീനെ പറ്റിയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ജീൻ തെറാപ്പിയോ അല്ലെങ്കിൽ അങ്ങനത്തെ മോഡേൺ മെഡിക്കൽ ഇന്റർവെൻഷൻസിനെ പറ്റി എന്താണ് അറിയേണ്ടത്? ജീൻ തെറാപ്പി ഒന്നും ഇതുവരെയും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ കാര്യത്തിൽ ഇതുവരെയും ഇഫക്റ്റീവായിട്ട് വന്നിട്ടില്ല. അതൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതിൽ കൂടുതൽ കുറച്ച് ഇങ്ങനെ ട്രയൽസും ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ മെയിനായി. അല്ലാതെ ഒരു ജീൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു ഇഫക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പം അതിൽ ഒത്തിരി ഓപ്ഷൻസ് പറയുന്നുണ്ട്. ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജീൻ എന്താണ് ഡിഫക്റ്റ് എന്ന് കണ്ടുപിടിച്ചാൽ ആ ജീനിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ കാര്യത്തിൽ ഇതുവരെ നമ്മൾ ഏത് ജീനിനാണ് ഈ പ്രശ്നം വരുന്നത്, എന്തൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. പിന്നെ രണ്ടാമത് ഒരു ജീനിനല്ല, ഇതെല്ലാം മൾട്ടി ഫാക്ടോറിയലാണ്. അപ്പം നമുക്ക് ബേസിക്കലി നമ്മൾ ജീൻ തെറാപ്പിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ലൈഫ് സ്റ്റൈലും ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇത് ബേസിക്കലി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതുമാത്രമല്ല ജീനിനെ കുറിച്ച് ജനറ്റിക് അതിൻ്റെ ഘടകങ്ങൾ തന്നെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അത്ര വെരി ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ഒരു ജീൻ തെറാപ്പി ചെയ്യാൻ പറ്റില്ല. ജീൻ തെറാപ്പി എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു വെക്ടർ, ഒരു വൈറസിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ജീനിൻ്റെ പ്രോബ്ലം ഉള്ള ജീനിനെ കയറ്റി അതിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ തിയറിറ്റിക്കലി പറയുമ്പോൾ നമുക്ക് ജോയിൻറ്റിലേക്ക് മാത്രം ഇഞ്ചക്ഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ കുറച്ചുകൂടെ ലാർജറായിട്ട് ഈ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ജീൻ തെറാപ്പി ഒന്നും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കാര്യത്തിൽ അത്ര ഇഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ഇഫക്റ്റീവ് ആകാനുള്ള പോസിബിലിറ്റി നമുക്കതില്ല ഓൾറെഡി. പക്ഷേ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയത്ത് ഇതിൻ്റെ ബേസിക് റൂട്ട് കിടക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജീനിനേക്കാളും കൂടുതൽ നമ്മളുടെ എപ്പിജനറ്റിക് ഫാക്ടേഴ്സിലാണ് പ്രോബ്ലം എന്നുള്ളതാണ്. ഇപ്പം എപ്പിജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് നമ്മൾ ജീനിനെ തന്നെ, നമ്മളുടെ ജീൻ എന്ന് പറയുമ്പോൾ DNA ആണ്.
ഈ GNA ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക, ഇങ്ങനെ കുറേ ഘടകങ്ങളും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിൽ നമ്മൾ ചിലത് ആക്ടിവേറ്റഡ് ആകാം, ചിലത് സപ്രസ്ഡ് ആകാം. അപ്പം ഇതിലൊക്കെ വരുന്ന വേരിയേഷനാണ് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിലേക്ക് നയിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ എപ്പിജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് നമ്മളുടെ ന്യൂട്രിഷൻ, നമ്മളുടെ ബോഡിയിലെ ടോക്സിൻ ലെവല്, നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ, ഇത്തരം കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്താൽ തന്നെ ഈ എപ്പിജനറ്റിക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ജീനിനെ ഒരു ജീനിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളൊരു വൈറസിനെയും കൂടെ വൈറസോ അതുപോലെ ഫോറിൻ ജെനറ്റിക് മെറ്റീരിയലും കൂടെ കയറ്റേണ്ടി വരും. അപ്പം അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ വരുന്നുണ്ട്. അപ്പം അതിൽ മച്ച് ഈസിയർ ആണ് നമ്മൾ എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് കറക്ഷൻ ചെയ്യുമ്പം നമുക്ക് അതിനകത്ത് സൈഡ് എഫക്റ്റിനെ കുറിച്ച് ചിന്തിക്കാനില്ല. മറ്റേത് നമ്മൾ കയറ്റിവിടുന്ന നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് തിരിച്ച് പ്രോബ്ലം ആയി വരുമോ എന്ന് ഫിയർ ചെയ്യേണ്ടി വരും. അപ്പം ബേസിക്കലി എനിക്ക് ഇത് ഈ ജീൻ തെറാപ്പിയെക്കാളും എപ്പിജനറ്റിക് ഫാക്ടേഴ്സിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മോർ ഇഫക്റ്റീവായിട്ടും മോർ സിമ്പിളായിട്ടും മോർ സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ പോകാനും പറ്റുന്നത്. ഇപ്പോൾ ഈ ആമവാദത്തിന് പോലും സർജറി ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഈ സർജറി ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണ്? പിന്നെ ഏതൊക്കെയാണ് ഈ കോമൺ ആയിട്ട് ഈ ആമവാദത്തിന് ചെയ്യുന്ന സർജറികൾ? ആമവാദത്തിന് വേണ്ടി സർജറി ചെയ്യാന്ന് പറയുമ്പം നമുക്ക് ഒന്ന് ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യാൻ പറ്റുക. പിന്നെ ജോയിൻറ്റ് ഫ്യൂഷൻ, അതായത് വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ജോയിൻറ്റിനെ ഫ്യൂസ് ചെയ്ത് കളയുക. അപ്പം അതിൽ ഒരു ജോയിൻറ്റിനെ ഫ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാലും അതിനെ അതിൻ്റെ ടിപ്പോ ആ ജോയിൻറ്റിൻ്റെ 2 ബോണ് ജോയിൻ ചെയ്താണല്ലോ ഒരു ഇത് വരുന്നത്. അപ്പം അതിനെ കട്ട് ചെയ്ത് അതിനെ ഫ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പം അതിൻ്റെതായ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഈ ഇങ്ങനത്തെ ഫിക്സേഷനൊക്കെ പലപ്പോഴും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് ഈ സർജിക്കൽ വേണ്ടി വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫോമിറ്റി വന്ന് കാണും. അപ്പോൾ നമ്മുടെ അലൈൻമെൻ്റ് ഒക്കെ തെറ്റിയിരിക്കുകയാണെങ്കിൽ ചിലപ്പം അതുകൊണ്ട് വരുന്ന പ്രോബ്ലംസിനെ ഇത് ചെയ്യാനായിട്ട്. പക്ഷെ ഒരിക്കലും സർജറി കൊണ്ട് ആ ഫങ്ഷൻസ് നോർമലാക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ ഉള്ളത് ആകെ നമുക്ക് റീപ്ലേസ്മെൻറ്റ്, ഇപ്പം ഒരു ഹിപ്പ് ജോയിൻറ്റിനോ അല്ലെങ്കിൽ നീ ജോയിൻറ്റിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടും റീപ്ലേസ്മെൻറ്റ് സർജറീസ് നടക്കുന്ന ഹിപ്പിലും നീയിലുമാണ്. അതിന് കുറച്ച് കൂടുതൽ ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പലപ്പോഴും മേജർ ഇങ്ങനത്തെ ഹിപ്പിനെയും ഇതിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ സ്മോൾ ജോയിൻസിനെ. അപ്പോൾ നമ്മുടെ കൈ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ എത്ര ജോയിൻ്റാണുള്ളത്, വിരലുകൾ ഓരോ വിരലിലും 3, 4 ആൻഡ് സോ മെനി, ഒരു ഐ ഡോണ്ട് റിമെമ്പർ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ ജോയിൻസ് എന്നുള്ളത്. അപ്പം ഇതെല്ലാത്തിനെയും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പം മിനിമൽ ഇതുള്ളത് വല്ല മേജർ ജോയിൻസ് പോലെയുള്ളതാണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാനുള്ള സർജറി ചെയ്യാം. അത്രേ അതിനകത്ത് പോസിബിൾ ആവുള്ളൂ. ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ മരുന്നുകളുടെ കാര്യത്തിൽ DMA, RDസും ബയോളജിക്സും ആണല്ലോ. അപ്പം ഈ DMRDസും ബയോളജിക്സിൻ്റെയും കാര്യത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ? DMARDs എന്ന് പറയുന്നത് ഡിസീസ് മോഡിഫയിങ് ഏജൻസ്. അപ്പം ഡിസീസ് മോഡിഫയിങ് ഏജൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഈ രോഗത്തിൻ്റെ കാരണം എന്താ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് റിയാക്ട് ചെയ്യുക. നമ്മളുടെ സോൾജിയസ് അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയുടെ തന്നെ പ്രൊട്ടക്ടർ ആയിരിക്കേണ്ട ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ബോഡിയെ തന്നെ ആക്രമിക്കുന്നു. അപ്പം ആ സിസ്റ്റത്തിൽ നമ്മളിപ്പം ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് വേണ്ടിയിട്ടും ഇങ്ങനത്തെ ഇതിലെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ NSAID എന്ന് പറയും, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ്. അത് കൂടുതലും പെയിൻ അല്ല ഫീവറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബ്രൂഫന്, ഐബുപ്രൂഫന്, പാരസിറ്റമോൾ ഇതെല്ലാം ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഉള്ളതാണ് സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി. നമുക്കറിയാം സ്റ്റീറോയിഡ്സ്, പ്രെഡ്നിസോലോൺ, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആ ഗ്രൂപ്പിൽ വരുന്നത്.
അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ ഈ നോൺ സ്റ്റിറോയിഡിൽ വരുമ്പോൾ അത് പെയിനിൻ്റെ ഇതിലെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അത് കോക്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അതൊരു പാർട്ട് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ഈ സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ടാണ് എല്ലാ ഇമ്മ്യൂൺ ഫങ്ഷൻസിനെയും അത് സപ്രസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റിറോയിഡ്സ് എടുക്കാൻ കൂടുതൽ പേടിയും. പക്ഷെ പലപ്പോഴും നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്ത് നമ്മളിപ്പം വൈറസും ബാക്ടീരിയ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈവൻ വൈറൽ ഇൻഫെക്ഷൻ ബാക്ടീരിയ ഇൻഫെക്ഷനും ഒക്കെ വരുമ്പം ഒത്തിരി ഒരു സിവിയർ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ, അതാണ് ഈവൻ കോവിഡ് ടൈമിൽ പോലും നമ്മൾ സ്റ്റിറോയിഡ് മരുന്നായിരുന്നു വെരി ഹെവി ഡോസിൽ പലപ്പോഴും ലൈഫ് സേവിങ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പം ഈ DMARDസിൽ നെക്സ്റ്റ് സ്റ്റിറോയിഡ്സ് കഴിഞ്ഞാൽ ഡിസീസ് മോഡിഫയിങ് ഏജൻസ് വരുമ്പം അതിനകത്ത് നമ്മൾ ഈ മെത്തോട്രെക്സേറ്റ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തോട്രെക്സേറ്റ്, HCQ എന്നൊക്കെയുള്ള മെഡിസിൻ. ഇപ്പോൾ HCQ ഒക്കെ ചിലർക്ക് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കില്ല, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്നുള്ള മെഡിസിൻ. അപ്പം അതിൽ പക്ഷെ ചിലർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ബാധിക്കാം. അതാണ് അതിൻ്റെ HCQൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ വരാമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ HCQ എടുത്തുകൊണ്ടിരിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൻ്റെ കാഴ്ച ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ലോങ് ടൈം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ച പോയിരിക്കും, നമ്മൾ എൻ്റെ സ്റ്റേജിലേ അറിയുകയും ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം വരുന്നത്. പിന്നെ മെത്തോട്രെക്സേറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഇതൊന്നും വലിയ കോസ്റ്റ്ലി മെഡിസിൻ അല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പലപ്പോഴും ഈ ഡിഫോമിറ്റിയും ആൾക്കാർ നല്ല റിസൾട്ട് കിട്ടുന്ന മെഡിസിനാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ മെത്തോട്രെക്സേറ്റ് ശരിക്കും ഒരു ആൻറ്റി ക്യാൻസറസ് മെഡിസിനാണ്. ക്യാൻസറിന് വേണ്ടി ഡെവലപ്പ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലും ഈ റുമറ്റിന് വേണ്ടിയിട്ടും അതുപോലെ സോറിയാസിസ് എന്നൊക്കെ പറഞ്ഞ സ്കിൻ ഡിസീസിന് വേണ്ടിയിട്ടും അതായത് ഇതൊക്കെ ഓട്ടോഇമ്യൂൺ വിഭാഗത്തിലാണ് വരുന്നത്, അതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം അവിടെ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സെൽസിനെ ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ WBC വെള്ള രക്താണുക്കളെ ഉണ്ടാക്കുന്നത് നമ്മളുടെ ബോൺ മാരോയ്ക്കകത്താണ്, ബോണിനെ മജ്ജയ്ക്കകത്ത്. അപ്പം ഈ മജ്ജയെ തന്നെ സപ്രസ് ചെയ്യുന്ന മരുന്നാണ് ഈ മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ഇപ്പം സൾഫോസെലസിൻ, അങ്ങനെ കുറേ മരുന്നുകളുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ കാണാറുണ്ട്, യൂഷ്വലി എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ തന്നെയാണ് കൂടുതലും റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്താണ്. അപ്പം നമ്മളൊരു 30 years ബാക്ക്, ഞാനൊക്കെ 40 years ബാക്ക് നമ്മളൊക്കെ മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെ തുടങ്ങുന്ന കാലത്ത് ഇങ്ങനെ ഒരു റുമറ്റിസം അല്ലെങ്കിൽ റുമറ്റോളജിസ്റ്റ് എന്നുള്ള ഒരു ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഇല്ല. അന്ന് നമ്മൾ ഈ മെത്തോട്രെക്സേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും റുമാറ്റിസത്തിന് വേണ്ടിയിട്ടൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഇങ്ങനത്തെ മരുന്നുകൾ, ഇങ്ങനെ മോർ കോംപ്ലിക്കേറ്റഡ് മരുന്നുകൾ ഇതിലേക്കൊക്കെ വേണ്ടി യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ റുമറ്റോളജിസ്റ്റ് മാത്രമേ ഇത്തരം മരുന്നുകൾ കൊടുക്കാറുള്ളൂ. അപ്പം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈക്ക് നമ്മൾ ഈ കിഡ്നിയും ലിവറും ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണോ സപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോലെയുള്ള മരുന്നുകൾ പോലും ഇപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് നമ്മൾ ബയോളജിക്കൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ടാർഗറ്റഡ്, ഈ സെയിം മെഡിസിൻസ് തന്നെയാണ് നമ്മൾ ക്യാൻസറിൽ ടാർഗറ്റഡ് തെറാപ്പി എന്നും പറഞ്ഞു കൊടുക്കുന്നത്. ഈ ബയോളജിക്കൽ ഈ സെയിം ആക്ച്വലി ഡിഫറെൻറ്റ് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ റുമറ്റിസത്തിന് ഉപയോഗിക്കും. അത് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനും ക്യാൻസറിനും നമ്മളെപ്പോഴും മരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ബെനിഫിറ്റ്സ് അതിനകത്ത് വരും. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൈഡ് എഫക്റ്റ് വരാമെന്നുള്ളതാണ്. കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സിംറ്റംസിൽ വരുന്ന ബെനിഫിറ്റ്സ് വെച്ച് നമ്മൾ ഓരോ പുതിയ മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഇന്റർലൂക്കിൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ബേസിക്കലി ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെല്ലുകൾ നമ്മൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ചില പ്രോട്ടീനുകളും ഏജൻസും ഉണ്ട്. അപ്പം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഏജൻസാണ് നമ്മൾ ഈ ബയോളജിക്കൽസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മളെപ്പോഴും ലാസ്റ്റ് റിസോർട്ടായിട്ടേ നമ്മൾ ബയോളജിക്കൽസ് മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം സൈഡ് എഫക്റ്റ് തന്നെയാണ്. അപ്പം ഇതിലെ ചില മരുന്നുകൾക്കൊക്കെ ആണെങ്കിൽ ഈവൻ മറ്റ് ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഉണ്ടാക്കാം. ഇപ്പം ഇതിൽ അല്ലെങ്കിൽ തന്നെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ഒരു ആർത്രൈറ്റിസ് ഉള്ളവർക്ക് മറ്റ് സിസ്റ്റത്തിലേക്ക് വരാം. ഇപ്പം ചില മരുന്നുകളൊക്കെ ആണെങ്കിൽ അതിൽ ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ്, ലങ് ഫൈബ്രോസിസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ, ഇപ്പം നമുക്ക് ഒത്തിരിയധികം മരുന്നുകളുണ്ട്. ഓരോന്നിൻ്റെ ഇപ്പം നമ്മൾ എടുത്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവരും നമ്മൾ ഓരോ പേഴ്സണും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവരവരെടുക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് എന്താണെന്നും കൂടെ നോക്കി വയ്ക്കണം. കാരണം ഇപ്പം കണ്ണിനെ ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു
പ്രോട്ടോകോൾ അത് ഇതിൻ്റെ ആയിരിക്കും 6 months കൂടുമ്പോൾ കണ്ണും നോക്കണം, ചെസ്റ്റിനെ ബാധിക്കുന്നതാണ് ചെസ്റ്റ്. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടും കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം എന്നാലേ നമുക്ക് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ ആമവാദത്തിന്റെ കാര്യത്തില് ശരിക്കും പറഞ്ഞാൽ രോഗികൾ ഇങ്ങനെ ആമവാദത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടി വരുമ്പോഴും തുടരുമ്പോഴും എന്തൊക്കെ ചാലഞ്ചസ് ആണ് അനുഭവപ്പെടുന്നത്? ആമവാദത്തിന്റെ രോഗികൾ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പം പലർക്കും മരുന്നുകളെ കുറിച്ച് പേടിയുണ്ടാവും. ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് പേഷ്യൻസിനെയും കാണാറുണ്ട്. റുമറ്റോളജിസ്റ്റിന്റെ അടുത്ത് നിന്നുള്ളവരായിരിക്കും കൂടുതൽ വരുന്നത്. പിന്നെ നമ്മുടെ നമുക്ക് കേരളത്തിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ആയുർവേദം എടുക്കുന്നവരുണ്ട്, ഹോമിയോ എടുക്കുന്നവരുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റും എടുത്തിട്ടുള്ളവരും പലരും എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം എടുത്തിട്ടുണ്ടാവും. കാരണം ഒന്നിൽ ഗുണം കിട്ടാതെ വരുമ്പോൾ അടുത്തത് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം ഏത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സമയത്ത് കുറച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും വീണ്ടും ആ മരുന്നിന്റെ ഇഫക്റ്റ് കുറെ നാൾ എടുത്തു കഴിയുമ്പോൾ ആ മരുന്ന് ഇഫക്റ്റീവ് അല്ലെന്നാവും. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അതിനെ ഓവർകം ചെയ്തു പോകും. അപ്പം മോഡേൺ മെഡിസിനിലെ മരുന്ന് എടുക്കുന്ന റുമറ്റിസത്തിലെ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ഞാനൊരു പ്രത്യേകത കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും ഡീഫോമിറ്റീസ് കുറവായിരിക്കും. ചിലരൊക്കെ ഭയങ്കര ഡീഫോമിറ്റി ആയിട്ടായിരിക്കും വരുന്നത്. അത് നമ്മൾ ഒത്തിരി ജോയിന്റ് ഒക്കെ അങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ഈ മറ്റേ മോഡേൺ മെഡിസിനിലെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഫിക്സിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും വന്നിരിക്കുന്നത്. അതായത് ജോയിന്റിന്റെ ഡീഫോമിറ്റീസ് കുറച്ച് നിർത്താനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകൾ ചിലരൊക്കെ 4-5 മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനാലും പക്ഷെ അവരുടെ സിംറ്റംസിന് ഒരു കുറവ് വരുന്നില്ല എന്നുള്ള കുറവുണ്ടാവും. ഡെഫിനറ്റ്ലി പലരും അങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്, വർക്കൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ എന്നാലും പലരും കംഫർട്ടബിൾ ആവുകയില്ല, എന്നാലും സിംറ്റംസും ബുദ്ധിമുട്ടുണ്ടാവും. ചിലർ ഇത്രയും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കൂടുതൽ മരുന്നിലേക്ക് പോകേണ്ടി വരും. അപ്പം അതിൻ്റെ സൈഡ് ഇഫക്ട്സുമാണ് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു ഡിഫിക്കൽട്ടി വരുന്നത്. കാരണം പിന്നെ അവർ ഡീൽ ചെയ്യാൻ പോകുന്നത് മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ചായിരിക്കും. പിന്നെ അതിനൊപ്പം തന്നെ ഇപ്പോൾ സ്റ്റിറോയിഡ് എടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഒബേസിറ്റി, 2 ഗ്രൂപ്പിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. ഒബേസായിട്ട് വരുന്ന അപ്പോഴേക്കും പിന്നെയും കൂടും. വണ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ ജോയിൻറ്റിനും എല്ലാം കൂടെ വരുമ്പോഴേക്കും ആ പ്രോബ്ലംസ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് ഇങ്ങനെയുള്ളതും കൂടെ കയറി വരാൻ തുടങ്ങും. കാരണം ഈ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റാണ്. കാരണം സ്റ്റിറോയിഡ് എടുക്കുമ്പം നാച്ചുറലി ഡയബറ്റീസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. വൺസ് ഡയബറ്റീസ് വന്നാൽ പിന്നെ ഹൈപ്പർ ടെൻഷൻ വരാം, അതിനൊപ്പം തന്നെ ഹാർട്ട് ഡിസീസ് വരാം. അപ്പം ഓരോ അസുഖത്തിൽ നിന്ന് നമ്മൾ പലതിലേക്ക് മാറിപ്പോകും എന്നുള്ളതാണ്. പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ പ്രോബ്ലം കിടക്കുന്നത് ശരിക്കും ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് വരുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എല്ലാം ലൈഫ് സ്റ്റൈലുമായിട്ടും കൂടെ കണക്ട് ചെയ്താണ്. അപ്പം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് അവിടെ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈവൻ 3-4 മരുന്ന് മെത്തോട്രെക്സേറ്റും HCQയും പ്രെഡ്നിസോളോണും ഈവൻ MMFും പോലെയുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം രോഗികളുടെ കാര്യം പറയുമ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളും ചാലഞ്ചസും മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും ഇവരെ ചികിത്സിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് വരിക? ഈ ആമവാദത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും അതുപോലെയുള്ളവർക്കും എന്തൊക്കെയാണ് ചാലഞ്ചസ് ആയിട്ട് വരിക? ഡോക്ടേഴ്സിന് മോഡേൺ മെഡിസിൻ്റെ ബാക്കിയുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാൻ ആയുർവേദവും ഹോമിയോ ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ മോഡേൺ മെഡിസിനിലാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒത്തിരി മരുന്നുകളുണ്ട്. അപ്പം ജനറലി ഒന്നല്ലെങ്കിൽ വേറൊരു മരുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതേ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ജനറലി മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് സാധാരണ ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസ് പേഷ്യൻറ്റിനോടൊന്നും പ്രത്യേകിച്ച് ഞാൻ കാണാറില്ല കാര്യമായിട്ടൊരു. ഈവൻ നമ്മുടെ ബുക്സിൽ പോലും ഡെഫിനറ്റ്ലി ഫുഡും എക്സസൈസും ആണ് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റും ഉണ്ട്. അതിനകത്ത് കറക്ഷൻ നമ്മൾ ഹൈ ഒമേഗ 3 ഡയറ്റ്, അതുപോലെ ലോ കാലറി, ഷുഗർ കുറയ്ക്കുക, അങ്ങനത്തെ കുറേ ഡയറ്ററി പാറ്റേൺസ് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും അതൊക്കെ നമ്മൾ ആദ്യത്തെ നിലയിൽ മാത്രമേ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പറയുന്നത്.
ജനറൽ ഇതായിട്ടുള്ളത് പറയുകയാണിത്. പക്ഷേ ഇപ്പം ഒരു റുമറ്റോളജിസ്റ്റ് ആണ്, അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മെഡിസിൻസ് ഒരെണ്ണമല്ല, അതിന് പറ്റുന്നില്ലെങ്കിൽ അത് മാറ്റി വേറൊരെണ്ണത്തിലേക്ക് നോക്കും. പിന്നെ ഇപ്പം നമ്മൾ HCQ എടുക്കും. യൂഷ്വലി നമുക്ക് കാണുന്ന പ്രിസ്ക്രിപ്ഷനിൽ മിക്കവാറും ഒരു HCQ ഉണ്ടാവും, പിന്നെ മെത്തോട്രെക്സേറ്റ് ഉണ്ടാവും, പ്രെഡ്നിസോളോൺ ഉണ്ടാവും, പിന്നെ ചിലപ്പം സൾഫാസെലസിൻ അങ്ങനത്തെ മരുന്നുണ്ടാവും, പിന്നെ ഇപ്പോൾ സ്റ്റൊഫാസിനിം എന്നുള്ള ഒരു മരുന്ന്. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ പ്രിസ്ക്രിപ്ഷനായിട്ട് കാണുന്നത്. ഇതിലൊക്കെ പറ്റാതെ വന്നു കഴിയുമ്പോഴാണ് ഒരു മാബ് ഇഞ്ചക്ഷൻറ്റബിൾ ആയിട്ടുള്ള ടോക്സിമാബ് എന്നൊക്കെ പറഞ്ഞ് കുറേ മെഡിസിൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ പേരുകൾ വളരെ ഡിഫിക്കൽട്ടാണ്, അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ കുറേ അധികം സോ മെനി മെഡിസിൻസ് ഉണ്ട്. അതിൽ ഒരു 10,000 to 50,000 പെർ ഡോസ് വരെ വരുന്ന മെഡിസിൻസ് ഉണ്ട്. അത് പല രീതിയിലാണ്, വീക്ക്ലി വൺസോ അല്ലെ മന്ത്ലി വൺസോ അങ്ങനെ എടുക്കുക എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളത് നിർത്തിക്കഴിയുമ്പോൾ പിന്നെയും വരും എന്നുള്ളതാണ്. കാരണം ഇതിലൊന്നും കണ്ട് പെർമനൻ്റ് അത് അത്രയും സമയത്തേക്ക് ആ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്ത് നിർത്തുക. ഇപ്പോൾ നമ്മൾ പ്രെഡ്നിസോളോൺ പോലെയുള്ള ഏറ്റവും കോമൺ മെഡിസിനാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു 8 hours ആക്ഷനേ ഉണ്ടാവുള്ളൂ. ഓർ മിതൽ പ്രെഡ്നിസോളോൺ ആണെങ്കിൽ 24 hours ആക്ഷൻ. അങ്ങനെ ഓരോന്നിനും ഒരു ടൈം പീരീഡാണ്. ഇപ്പം പല മരുന്നുകൾക്കും ചിലപ്പം ചില ഇഞ്ചെക്ഷൻസ് ഒക്കെ 1 മാസം ഉണ്ടാവും. അപ്പം ചിലപ്പോൾ അടുത്ത മാസം കൂടെ വലിയ കുഴപ്പമില്ലാതെ നിന്നിരിക്കും. പിന്നത്തെ മാസം എടുത്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ പഴയ നിലയിലേക്ക് പോകും. അതാണ് ഡോക്ടേഴ്സിനും കാണുന്നത്. നമുക്കൊരു മോഡേൺ മെഡിസിൻ വെച്ചൊരു ക്യൂർ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ച്. അപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും നമ്മൾ പേഷ്യൻ്റ് കാണുന്ന, അപ്പോൾ അവർ ആ ഹോസ്പിറ്റലൊക്കെ കിടന്ന് ചികിത്സിക്കുന്ന സമയത്ത് നല്ല റിലീഫ് കിട്ടും. പിന്നെ നാച്ചുറലി നമ്മൾ ഡെയിലി ലൈഫിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും സാധാരണ ഫുഡും, അത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സ്പെഷ്യൽ ഫുഡും അതും എല്ലാം വന്നു കഴിയുമ്പോൾ കുറവുണ്ടാവും. പിന്നെ നാച്ചുറൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേ വീണ്ടും തിരിച്ചു വരുന്നു. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. പേഷ്യൻ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അത് തന്നെയായിരിക്കും. അപ്പം അവിടെയാണ് നമ്മൾ കറക്റ്റ് നമ്മൾ എന്താണ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ആമവാദത്തിൻ്റെ 2ാമത്തെ സെക്ഷൻ ഇവിടെ തീരുകയാണ്. ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളെ പറ്റിയും സർജറിയെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്ത സെക്ഷനിൽ കാണുന്നത് ഈ ആമവാദം ഉള്ളവർക്ക് പലർക്കും വേറെ പല അസുഖങ്ങളും ഒരുമിച്ചുണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും, പിന്നെ അതിൻ്റെ ആമവാദത്തിൻ്റെ തന്നെ കോംപ്ലിക്കേഷൻസും, പിന്നെ ജീവിതശൈലിയുടെ റോളും ഒക്കെ നമ്മൾ അടുത്ത സെക്ഷനിൽ കാണുന്നതായിരിക്കും.